ഓമൻ്റെ വിദ്യാഭ്യാസം എപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിന് മുൻഗണനയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലോകോത്തര സൗകര്യങ്ങൾ നൽകുവാനുള്ള നമ്മുടെ പ്രതിബദ്ധത ഈ ദർശനത്തിൻ്റെ തെളിവാണ്. കഴിഞ്ഞ 8.5 വർഷത്തിനുള്ളിൽ സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ കേരളം ഒരു വിപ്ലവകരമായ പരിവർത്തനം നടത്തി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പോലുള്ള സംരംഭങ്ങളിലൂടെ സംസ്ഥാന സർക്കാർ നൂറുകണക്കിന് സ്കൂളുകളെ നവീകരിച്ചു. നമ്മുടെ സ്കൂളുകൾ ഇനി പഠന സ്ഥലങ്ങൾ മാത്രമല്ല, നവീകരണത്തിൻ്റെയും സർഗാത്മകതയുടെയും കേന്ദ്രങ്ങളാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കയറ്റ് വഴിയും ക്ലാസ് മുറികൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. പഠനാനുഭവം മെച്ചപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ഇൻട്രാക്റ്റീവ് സ്മാർട്ട് ബോർഡുകൾ, അതിവേഗ ഇന്റർനെറ്റ്, ഡിജിറ്റൽ ഉള്ളടക്കം എന്നിവയുടെ ആവിർഭാവം പരമ്പരാഗതവും ആധുനികവുമായ വിദ്യാഭ്യാസ രീതികൾ തമ്മിലുള്ള വിടവ് നികത്തി. നന്നായി പരിപാലിക്കുന്ന ക്ലാസ് മുറികൾ, ശുചിത്വമുള്ള കുടിവെള്ള സൗകര്യങ്ങൾ, ആധുനിക ലൈബ്രറികൾ, നൂതന കായിക സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും വിദ്യാകരണ മിഷനും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം, നിലവിലുള്ളവയുടെ നവീകരണം, സുരക്ഷിതവും സമഗ്രവുമായ ഇടങ്ങൾ എന്നിവ വിദ്യാർത്ഥികൾക്ക് പരിമിതികളില്ലാതെ പഠിക്കുവാനും വളരുവാനും കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. 48,000-ലധികം ക്ലാസ് മുറികളെ സാങ്കേതിക വിദ്യാധിഷ്ഠിത ഇടങ്ങളാക്കി മാറ്റിയ ഹൈടെക് സ്കൂൾ പദ്ധതിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടം. ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസവും ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ്. ഭിന്നശേഷി കുട്ടികളെ പിന്തുണയ്ക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ഒരു കുട്ടി പോലും അവഗണിക്കപ്പെട്ടില്ലെന്ന് ഉറപ്പാക്കുവാൻ റാമ്പുകൾ, അവർക്ക് ഉപയോഗിക്കാവുന്ന ടോയ്ലറ്റുകൾ, പ്രത്യേക പഠന ഉപകരണങ്ങൾ എന്നിവ സ്കൂളുകളിൽ നാം സംയോജിപ്പിച്ചിട്ടുണ്ട്. സുസ്ഥിര അടിസ്ഥാന സൗകര്യങ്ങളോടുള്ള പ്രതിബദ്ധത നമ്മുടെ സ്കൂളുകളിലും പ്രകടമാണ്. പല സ്ഥാപനങ്ങളിലും ഇപ്പോൾ മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, സൗരോർജ പാനലുകൾ, ജൈവ പച്ചക്കറി തോട്ടങ്ങൾ എന്നിവയും ഉണ്ട്. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി അവബോധത്തിൻ്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നു. കെട്ടിടങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ ഭാവി കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ ശ്രമങ്ങളെല്ലാം ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസത്തിൽ ശക്തമായ അടിത്തറയുള്ളതിനാൽ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള കഴിവുകളും അറിവും നമ്മുടെ കുട്ടികൾ സജ്ജരാക്കും. ശരിയായ നയങ്ങളും സമർപ്പണവും ഉണ്ടെങ്കിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമാക്കുവാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മാതൃക മുഴുവൻ രാജ്യത്തിനും പ്രചോദനമായി നിലകൊള്ളുന്നു. കീഴാറൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ ഔദ്യോഗികമായ ചില തിരക്കുകൾ കാരണം അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഈ മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ ശ്രീ CK ഹരീന്ദ്രൻ MLA എല്ലായ്പ്പോഴും വേണ്ടവെന്ന് കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രമകരമായി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. വിദ്യാഭ്യാസ ഫണ്ടുകൊണ്ട് വാങ്ങുകയും 20 ലക്ഷം രൂപ MLAയുടെ തനി മണ്ഡലത്തിൻ്റെ അസ്ഥിപ്രസംഗത്തിന് മാറ്റിവെച്ചു. 1,20 ലക്ഷം രൂപ 4 ക്ലാസുകളുള്ള സമനം അനുഭവമായി ചെയ്തിരിക്കുന്ന കെട്ടിടം നിങ്ങൾക്കായി ഇവിടെ ഔദ്യോഗികമായി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി സമർപ്പിച്ചിരിക്കുന്നത്. കീഴാറൂർ സ്കൂൾ പാഠശാല മണ്ഡലത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു സ്കൂളാണെന്ന് പറയുന്നത്.